കേരളത്തെ നടുക്കിയ ഡോക്ടർ വന്ദനാദാസ് വധക്കേസിൽ പ്രതി സന്ദീപിന് ജീവപര്യന്തം കഠിന തടവ്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി PN വിനോദാണ് ശിക്ഷ വിധിച്ചത്. വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ പ്രതികരിച്ചു. നിയമപോരാട്ടം തുടരുമെന്നായിരുന്നു ഡോക്ടർ വന്ദനാദാസിന്റെ മാതാപിതാക്കളുടെ പ്രതികരണം. ചികിത്സ നൽകാനെത്തിയ ഡോക്ടറെ ആശുപത്രിക്കുള്ളിൽ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തെ അപൂർവങ്ങളിൽ അപൂർവമായ സംഭവമായി കണ്ട് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ ബോധമില്ലാത്ത സമയത്ത് ചെയ്ത കുറ്റത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ അവസരം നൽകി ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രതിഭാഗം വാദിച്ചു. കൊലപാതക കുറ്റത്തിനാണ് ജീവപര്യന്തം കഠിന തടവ്. മറ്റ് 8 വകുപ്പുകളിലായി 30 വർഷം ശിക്ഷ അനുഭവിക്കണം. ആദ്യ 30 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ജീവപര്യന്തം ശിക്ഷ ആരംഭിക്കും. വധശിക്ഷയുടെ സാധ്യത തേടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. ഈ കേസിലെ പ്രതിക്ക് കോടതി ഉത്തരവിട്ടിരിക്കുന്ന ശിക്ഷ ശരി പോരാ എന്നുള്ള ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നുള്ള ഒരു അപ്പീൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷന് റെക്കമെൻഡേഷൻ കൊടുക്കുന്നതാണ്. മകൾ അനുഭവിച്ച വേദന ക്രൂരമായിരുന്നുവെന്നും പരമാവധി ശിക്ഷയ്ക്കായി നിയമപോരാട്ടം തുടരുമെന്നും വന്ദനയുടെ മാതാപിതാക്കൾ. ഒരു അമ്മ എന്നുള്ള രീതിയിൽ വിദേശ രാജ്യങ്ങളിലെ പോലെ തന്നെയുള്ളൊരു നീതി നടപ്പാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതായത് എൻ്റെ മകൾ അനുഭവിച്ച വേദന, 27 കുത്ത്, ഇതെല്ലാം അറിയണം. എങ്കിലും ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് അപ്പീൽ ഞങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടറോട് ആലോചിച്ചിട്ട് കൂടുതൽ ശിക്ഷ കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉയർന്ന കോടതികളിൽ സമർപ്പിക്കുന്നതാണ്. സന്ദീപിന്റെ മാതാവും വിധി കേൾക്കാൻ കോടതിയിലുണ്ടായിരുന്നു. 2023 മെയ് 10 പുലർച്ചെയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ക്രൂര കൊലപാതകം നടന്നത്. കാലിന് പരിക്കേറ്റ കുടവട്ടൂർ സ്വദേശിയായ സന്ദീപിനെ പൂയപ്പള്ളി പോലീസ് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പ്രകോപിതനായി സർജിക്കൽ കത്രിക ഉപയോഗിച്ചാണ് ഡോക്ടർ വന്ദനാദാസിനെ കുത്തിക്കൊലപ്പെടുത്തിയത്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.